ഹലോ ഗൈസ്, എല്ലാവർക്കും സീക്രട്ട് റീഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. സീക്രട്ട് റീഡിംഗ് എന്താണ് സംഭവം എന്നറിയാത്തവർക്ക് ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബട്ട് ആരും അറിയാതെ അനോണിമസ് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ് ഇത്. ആൻഡ് നിങ്ങളുടെ പേര്, ഇമെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ വായിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സീക്രട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഇമെയിലാണ് അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്രട്ട് റീഡിംഗ് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സീക്രട്ട്. ഹായ് ചേച്ചി, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ബീൻ വാച്ചിങ് യുവർ വീഡിയോസ് ഫോർ എ ലോങ് ടൈം ആൻഡ് എ ബിഗ് ഫാൻ. എല്ലാവരും സീക്രട്സ് അയക്കുന്നത് കണ്ടപ്പോൾ എനിക്കും അയക്കണം എന്ന് പലപ്പോഴും തോന്നിയിരുന്നു. പക്ഷേ അതിന് മനസ്സ് അനുവദിച്ചിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഇത് ആരുടെയും പറഞ്ഞില്ലെങ്കിൽ പറ്റില്ലെന്ന് തോന്നി. എൻ്റെ പാരൻസ് ഡിവോഴ്സ്ഡ് ആണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവർ പിരിഞ്ഞു. കാരണം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ടെങ്കിലും അമ്മ പറഞ്ഞില്ല. ഡിവോഴ്സ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും അമ്മ സെക്കൻഡ് മാരേജ് ചെയ്തു. പുള്ളിയെ ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. എന്നോട് നല്ല സ്നേഹമാണ്. എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ താമസിക്കാൻ പോയി. അമ്മ ഡിവോഴ്സ് ചെയ്തതിൽ പിന്നെ അമ്മയുടെ പാരൻസുമായിട്ട് വഴക്കായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ കുറച്ച് വർഷങ്ങളായി കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ചിറ്റയോട് എൻ്റെ പാരൻസ് പിരിയാനുണ്ടായ കാരണം ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് ചോദിക്കുക, ഇതൊന്നും എനിക്കറിയില്ലേ എന്ന്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പിരിയാനുണ്ടായ കാരണം ചിറ്റ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് കല്യാണത്തിന് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് തീർന്നു എന്ന് വിചാരിച്ചാണ് എൻ്റെ അച്ഛൻ അമ്മയെ കിട്ടിയത്. പക്ഷേ അത് നുണയായിരുന്നു. ഞാൻ അങ്ങേരുടെ മകളല്ല. എൻ്റെ സ്റ്റെപ്പ് ഫാദർ ഇല്ലേ, അയാളാണ് എൻ്റെ ഒറിജിനൽ ഡാഡ്. എന്നോട് അവർ ഇതെന്താ പറയാത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ എന്താ ഡിവോഴ്സിന് ശേഷം എന്നെ കാണാൻ വരാതിരുന്നതെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായി, ഇതെനിക്ക് അറിയാമെന്ന് എൻ്റെ പാരൻസിന് അറിയില്ല. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ സബ്സ്ക്രൈബറാണ് ആൻഡ് ബിഗ് ഫാൻ. ഈ സീക്രട്ട് കേട്ടിട്ട് ചേച്ചി ഒരിക്കലും എന്നെ ജഡ്ജ് ചെയ്യരുത്. ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എൻ്റെ പപ്പ US-ലായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ എനിക്കൊരു ടാബ് മേടിച്ചു വന്നു. ഐ എം സോ ഹാപ്പി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ എന്തോ ഒരു മൂവി സെക്സ് എന്ന് കേട്ടപ്പോൾ ക്യൂരിയോസിറ്റിക്ക് നോക്കിയപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി. ഒരു തവണ കണ്ടു, പിന്നെ എന്നും കാണാൻ തുടങ്ങി. ഇതൊരു ദിവസം എൻ്റെ ചേട്ടൻ പിടിച്ചു ആൻഡ് പാരൻസിനോട് പറയുമെന്ന് പറഞ്ഞു. എൻ്റെ ടാബ് മേടിച്ചു വെച്ചു ആൻഡ് ഇനി കാണരുത് എന്നും പറഞ്ഞു. അഡിക്ഷൻ ആയിരുന്നു അത്. പിന്നെ 6th സ്റ്റാൻഡേർഡിൽ ടാബ് തിരിച്ചു തന്നു. അന്ന് സ്നാപ്ചാറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കുറേ ബാഡ് ഗൈസ് ഉണ്ട്. ഞാൻ അവരോട് ചാറ്റ് ചെയ്ത് മൈ പ്രൈവറ്റ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അയക്കാമായിരുന്നു. പിന്നെ ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഐ റിയലൈസ്ഡ് ദാറ്റ് ഇത് ബാഡാണ്, ദേ ക്യാൻ മിസ്യൂസ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആർക്കും ചാറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ചേച്ചിയുടെ ഒപ്പീനിയൻ പറയണം. ആൻഡ് എനിക്കറിയാം ചേച്ചിക്ക് കുറേ സീക്രറ്റ്സ് വായിക്കാനുണ്ടെന്ന്. എന്നാലും ഐ ഹോപ്പ് ചേച്ചി എപ്പോഴെങ്കിലും ഇത് വായിക്കണം. സോ സ്വീറ്റ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ മിസ്റ്റേക്ക് പറ്റും. അപ്പോൾ അത് റിയലൈസ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഗുഡ് ജോബ്. സോ യു ആർ ഡൂയിങ് ഗുഡ് ജോബ് റൈറ്റ് നൗ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത സീക്രട്ട്. എനിക്ക് ശരിക്കും ഇതാരോടും പറയാൻ തീരെ താല്പര്യം ഇല്ല, പക്ഷേ ഐ വാണ്ടഡ് ടു കൺഫെസ് ഇറ്റ്. 14th May 2023 നൈറ്റിൽ ആസ് യൂഷ്വൽ പോലെ ഞാൻ ഒമേഗൾ എടുത്തു. ഞാൻ അതിൽ ഫസ്റ്റ് ടൈം ഒന്നും അല്ല കയറുന്നത്. ഐ ഹാവ് ട്രൈഡ് ഇറ്റ് മെനി ടൈംസ്, യൂഷ്വലി അറ്റ് നൈറ്റ്. കാരണം ഞാൻ സാധാരണ കാര്യമൊക്കെ പറയുന്നത് അമ്മയുമായിട്ടാണ്. ബട്ട് ആ ഇയറിൽ അമ്മയ്ക്ക് ജനുവരിയിൽ ഹിസ്റ്ററക്ടമി ആയതുകൊണ്ട് അമ്മ താഴെ അമ്മൂമ്മയുടെ കൂടെയാണ് കിടന്നിരുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ ഒറ്റയ്ക്കായതുകൊണ്ട് എന്നെ അപ്പൂപ്പൻ്റെ കൂടെ കിടത്തുമായിരുന്നു. അപ്പൂപ്പൻ രാത്രി നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്താലും അപ്പൂപ്പൻ അറിയില്ല. സോ ഒരു ഫൺ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഇതെടുത്തത്. പിന്നെ അതൊരു റുട്ടീനായി. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ ആ സൈറ്റ് എടുത്തപ്പോൾ ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചു. പുള്ളി എന്നെക്കാളും 8 years മൂത്തതാണ്. പക്ഷേ സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ നല്ല വൈബായി എന്ന് തോന്നി. ഈ ഒമേഗളിൽ കിടന്ന് വീഡിയോ കോൾ ചെയ്യുന്നവർ, സംസാരിക്കുന്നവരുടെ അടുത്തൊന്നും റിലേഷൻഷിപ്പ് ആവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. താങ്ക് യു. അങ്ങനെ എൻ്റെ നെറ്റ് തീരാറായി എന്ന് ഞാൻ
പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് നമ്പർ ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അവൻ്റെ നമ്പർ തരാൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവനെ സ്കിപ്പ് ചെയ്തു. അതിനുശേഷം നല്ല വൈബായതുകൊണ്ട് ഞാൻ വിളിച്ച് സംസാരിച്ചു. അന്ന് അവൻ എന്നോട് ഒരുപാട് മോശമായി സംസാരിച്ചു. പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ കട്ട് ചെയ്തു കോൾ, എന്നിട്ട് ബ്ലോക്ക് ചെയ്തു. ഞാൻ അന്ന് ഒരുപാട് പേടിച്ചു. അതിനുശേഷം എൻ്റെ ഒരു മെയിൽ ഫ്രണ്ട് അവനെ വിളിച്ചു. ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് എന്നോട് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനു മുന്നേ വരെ അവൻ എന്നെ വിളിക്കുമായിരുന്നു. ബ്ലോക്ക്ഡ് ആണ് എങ്കിലും അതിന് നോട്ടിഫിക്കേഷൻ വരുമായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് അവനോട് സഹതാപം തോന്നി. ബെസ്റ്റേ. അവൻ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു അവന് ആരും ഇല്ല, അവൻ്റെ അച്ഛൻ കുഞ്ഞിലേ മരിച്ചുപോയി, പിന്നെ അവൻ്റെ അമ്മ ആരെയോ കെട്ടി, അയാൾക്ക് അവനെ ഇഷ്ടമല്ല എന്നൊക്കെ. അതിന് യു ആർ ടേക്കിംഗ് റോങ് മൂവ്സ് ഹിയർ ഗേൾ, ഡോണ്ട് ഡു ഇറ്റ്. അങ്ങനെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ കൂടെ ക്ലോസ് ആയി, ഒരു റിലേഷനൊക്കെ പോലെ. ഞാനപ്പോൾ വേറെ ഏതോ ലോകത്ത് പോലെയായിരുന്നു. ഒന്നിലും ഫോക്കസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഹവർ ഒരു ദിവസം രാത്രി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ഞാൻ എന്നെ വിളിക്കരുത് എന്നൊക്കെ. ഞാൻ വല്ലാണ്ട് വിഷമിച്ചു. ഒരുപാട് വിഷമം തോന്നി. എനിക്ക് ആരോടെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെ തോന്നി. അതൊക്കെ കഴിഞ്ഞ കൊല്ലം ഞാൻ അവന് മെസ്സേജ് ഇട്ടു. ജസ്റ്റ് ഒന്ന് മിണ്ടണം എന്ന് എനിക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ വീണ്ടും റിലേഷനൊക്കെ പോലെയായി. എനിക്കറിയാം ചേച്ചി ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് അവനോട് എങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ വേറെ ഏതോ ലോകത്തിലാണ്. പണ്ടൊരു മജീഷ്യൻ തൻ്റെ ഫ്ലൂട്ട് വെച്ച് എലികളെ മയക്കുന്നില്ലേ, അതുപോലെ. ഹവർ ആ സമയത്ത് ഞങ്ങൾ കുറേ കൂടെ ക്ലോസ് ആയി. ഞങ്ങൾ തമ്മിൽ ന്യൂഡ് വീഡിയോ കോളൊക്കെ ചെയ്യാൻ തുടങ്ങി. That is the sole reason he was on Omegle. Yeah, to do this type of things. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം മോശം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവനോട് അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. ഞാനൊക്കെ നിർത്തി. ഞാൻ പാവിയാണെന്ന് എനിക്കറിയാം. യു നോട്ട് പാവി. പാവി മീൻസ് പാബി അല്ലേ? യു നോട്ട് പാവി. ഇറ്റ് വാസ് ജസ്റ്റ് എ ബാഡ് ടൈം ആൻഡ് ബാഡ് ഡിസിഷൻസ്. അത്രേ ഉള്ളൂ. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് എൽസ്. യു ആർ നോട്ട് എ ബാഡ് പേഴ്സൺ. ഓക്കെ. ഞാൻ ശരിക്കും ഒരു കൊള്ളാത്ത കുട്ടി ആയിരിക്കും. നോ. വേറെ ഒരാളുടെ POV നിങ്ങൾ ജഡ്ജ് ചെയ്താലും കുഴപ്പമില്ല. We don't do that here. Now let me tell you, you are not a pabi. Who's calling me? Umma calling me. Hello ma. ആണോ? ഉമ്മ ഈ തൊട്ടടുത്ത ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഫുഡ് കഴിച്ചിട്ട് ഉമ്മ വീഡിയോ കോൾ ചെയ്യും. അടുത്ത സീക്രട്ട്. ഹായ് വാ, ഡോണ്ട് സേ മൈ നെയിം. ഐ എം 23 years old girl. സംഭവം ഞാൻ 7th പഠിക്കുമ്പോൾ ഉള്ളതാണ്. എൻ്റെ വീടിന് അടുത്തുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ പാൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നും മോർണിംഗ് ആണ് പാൽ വാങ്ങുന്നത്. അവിടെ ഒരു അങ്കിൾ, ആൻറ്റി ആൻഡ് ദെയർ ഡോട്ടേഴ്സ്. അതിലൊരു ഡോട്ടറാണ് എൻ്റെ ട്യൂഷൻ ടീച്ചർ. ഞാൻ എന്നും വൈകിട്ട് ട്യൂഷൻ പോകും. ആ അങ്കിളിൻ്റെ നോട്ടം ഒന്നും ശരിയല്ല, ഒരുമാതിരി ഡിസ്കസ്റ്റിംഗ് ആണ്. ഞാൻ അത് വീട്ടിൽ ചെറുതായി പറഞ്ഞു. ബട്ട് മോം പറഞ്ഞു അവരെ നമുക്ക് പണ്ടേ അറിയുന്നതല്ലേ, നിനക്ക് തോന്നിയതാകുമെന്ന്. ബട്ട് വൺ ഡേ മോർണിംഗ് ഞാൻ പാൽ വാങ്ങാൻ പോയപ്പോൾ അവിടെ ആരുമില്ല, എക്സെപ്റ്റ് ഈ അങ്കിൾ അല്ലാതെ. ഞാൻ കെയർഫുൾ മൈൻഡിൽ പാല് വാങ്ങി പാത്രം കൊടുത്തു. അയാൾ അകത്ത് വരാൻ പറഞ്ഞു. ഞാൻ നോ പറഞ്ഞു വെളിയിൽ നിന്നു. ബട്ട് അയാൾ എന്നെ ബലമായി കയ്യിൽ പിടിച്ച് അകത്ത് കയറ്റി ഡോർ അടയ്ക്കാൻ നോക്കുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ തള്ളി മാറ്റി. കയ്യിൽ പിടിച്ചിരുന്ന അയാളുടെ കയ്യിലൊരു കടി കൊടുത്തു. ഡോറ് വലിച്ചു തുറന്ന് പാത്രം അവിടെ എറിഞ്ഞു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വീട്ടിൽ വന്ന് ഞാൻ മോമിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഷി ഗോട്ട് ഷോക്ക്ഡ്. അയാൾ കയ്യിൽ ബലമായി പിടിച്ച പാടും ഉണ്ടായിരുന്നു, അത് കാണിച്ചു. മോമിന് മനസ്സിലായി. എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അവിടെ പോകണ്ട, അവിടെ നിന്ന് പാല് വാങ്ങുന്നത് നിർത്തി. ബട്ട് അയാളോട് ചോദിക്കാനൊന്നും പോയില്ല. അതെനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. നാട്ടുകാരെല്ലാവരും അയാളുടെ തനി സ്വഭാവം അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ബട്ട് മോം അത് വേണ്ട എന്ന് പറഞ്ഞു. എന്നെ അങ്ങോട്ട് പിന്നെ വിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതുവരെ ആ ഫാമിലിയോട് ഞാൻ മിണ്ടിയിട്ടില്ല. ആ അങ്കിളിനെ ഞാൻ നോക്കിയിട്ടുമില്ല. അയാൾ നല്ല ഇമേജുള്ള ആളായിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. ഇതെനിക്ക് ട്രോമയേക്കാൾ ഉപരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഒന്ന് അടിച്ചിരുന്നേൽ, അല്ലേ ആരേലും ഒന്ന് അയാളെ അടിച്ചിരുന്നേൽ. പിന്നെ ഗ്രാജുവലി ഞാൻ ആ ടോപ്പിക്ക് മറന്നു. ബട്ട് ഇന്നൊക്കെ ന്യൂസ് സെക്ഷൽ ഹാരസ്മെൻറ്റിനെ പറ്റി വരുമ്പോൾ ഞാൻ ചിന്തിക്കും, വിക്ടിംസ് എങ്ങനെ ഇതൊക്കെ തരണം ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റണില്ല. ഇതെൻ്റെ മോമിനും എനിക്ക് മാത്രമേ അറിയൂ. Stay safe ladies, stay away from dangerous people, and if I'm happy to share this, thank you. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എസ്പെഷ്യലി യുവർ
creepy horror kind of stories. And I love the way you are presenting. ഞാൻ പറയാൻ പോകുന്നത് ഒരു സീക്രട്ട് ഒന്നുമല്ല. എന്നെ അറിയണ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഐ വാസ് എ ഗേൾ ഹൂ ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിലേഷൻഷിപ്പ്. ബട്ട് അത് 10th പഠിക്കുമ്പോൾ എനിക്കൊരു പ്രപ്പോസൽ വന്നു. ആൻഡ് ഹി വാസ് ലൈക്ക് എ പ്ലേ ബോയ് ക്യാരക്ടർ. അവന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ബട്ട് അവൻ ഇങ്ങോട്ട് വന്ന് എന്നോട് കമ്പനി ആണ്. അങ്ങനെയാണ് അവൻ ആദ്യം എന്നെ അപ്രോച്ച് ചെയ്തത്. ദെൻ ഇവൻ ഡെയിലി മെസ്സേജും സ്കൂളിൽ നിന്ന് കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ വി ബിക്കെയിം ക്ലോസ്. ഒരു 3 months ഇങ്ങനെ പോയി. ദെൻ വൺ ഡേ ഹി പ്രപ്പോസ്ഡ് മീ. ബട്ട് ഞാൻ റെഡി അല്ലായിരുന്നു. ബിക്കോസ് ഇവൻ്റെ ഈ സ്വഭാവമൊക്കെ എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവനോട് ക്ലോസ് ആയി നിന്നത് ഒരു ഫ്രണ്ട് എന്ന രീതിക്ക് മാത്രമായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ വേറെയായിരുന്നു. പ്രപ്പോസ് ചെയ്ത ഡേ ഞാൻ സമ്മതിച്ച് കൊടുക്കാൻ ഇല്ലായിരുന്നു സെറ്റാവാൻ. പക്ഷേ അവൻ ചെയ്ത് തെറ്റൊക്കെ ഏറ്റു പറഞ്ഞ് അവൻ ലൈക്ക് ആ ഡേ ഫുൾ മെസ്സേജ് അയച്ച് എന്നെക്കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു. പക്ഷേ അന്ന് ഞാൻ സെറ്റായിട്ടില്ല, എനിക്കിഷ്ടക്കുറവൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞു. പിന്നെ അവൻ ഡെയിലി സ്കൂളിൽ നിന്ന് കാണാൻ മിണ്ടാൻ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഞാൻ കമ്മിറ്റഡായി. പിന്നീട് വി ആർ വെരി ക്ലോസ്, ലൈക്ക് മെൻ്റലി ഫിസിക്കലി നല്ല ക്ലോസ് ആയി. ഇത്ര നല്ലൊരു ചെറുക്കനെ വേറെ എവിടെയും കിട്ടാനില്ല എന്ന രീതിക്ക് അത്രയും നല്ലോണമായിരുന്നു അവൻ എൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങൾ റിലേഷൻ 2 years ആയി. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് ഫിസിക്കലി. നല്ലോണം അവനോടുള്ള വിശ്വാസത്തിൽ ഞാൻ നിന്ന് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇവൻ്റെ ക്യാരക്ടർ ചേഞ്ചായി. ലൈക്ക് ഞങ്ങൾ സാധാ അടി ഉണ്ടാക്കണ പോലെ അടി ഉണ്ടാക്കി. പക്ഷേ ഇവൻ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഫീലിങ്സ് പോയി, ഇൻട്രസ്റ്റ് പോയി, അങ്ങനെയൊക്കെ ബ്രേക്കപ്പ് ആവാമെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചില്ല എന്ന് മാത്രം. ഇത്രയും കരഞ്ഞു പറഞ്ഞു. പക്ഷേ അവൻ ഒഴിവാക്കി എന്നെ. അങ്ങനെ ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയി. പഠിക്കാൻ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാതെയായി. ഫുഡ് കഴിക്കാനും ഒന്നും. ഞാനിപ്പോൾ +2 അവന് +2 തന്നെയാണ്, പക്ഷേ വേറെ സ്കൂളാണ്. ഈ ബ്രേക്കപ്പ് കാരണം എനിക്ക് ജീവിതം അടുത്ത പോലെയായിരുന്നു. ലൈക്ക് എൻ്റെ മനസ്സിൽ വരുന്ന തോട്ട്സ് ഫുൾ ഹീ ജസ്റ്റ് യൂസ്ഡ് മീ ഫോർ ഹിസ് ഹാപ്പിനെസ്, ലൈക്ക് ഒരു പ്ലഷർ. അങ്ങനെ ഞാൻ ഭയങ്കര ഡൗൺ ആയി. അങ്ങനെ ഞാൻ കൗൺസിലിംഗ് എടുത്തു. ഇപ്പോൾ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് നടന്നു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ബ്രേക്കപ്പ് ആയി 2 weeks കൊണ്ട് തന്നെ അവൻ സെറ്റായി എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ വേറെ ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഇവന് ആ കുട്ടിയും തമ്മിൽ ഞാൻ അവന് കമ്മിറ്റഡ് ആയ ടൈമിൽ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. 2 കൊല്ലം അവൻ എന്നെ മൊയന്താക്കിയത് ആണോ എന്നറിയില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ഒരു കുറ്റബോധവും ഇല്ല. ഹീസ് എൻജോയിങ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതായിരിക്കും. കാരണം ഇവനെ പോലത്തെ ഒരുത്തനെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത്രയൊക്കെ അവൻ ചെയ്തിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിക്ക് നടക്കുന്നു. ഞാനിത് ചോദിക്കാൻ പോയപ്പോൾ എന്നെ കുറേ ബാഡ് വേർഡ്സ്, പച്ച തോന്നിയാസം എന്ന് തന്നെ പറയാം, അങ്ങനെ അത്ര വൃത്തികെട്ട രീതിക്കാണ് എന്നോട് സംസാരിച്ചത്. ഐ വാസ് ഗോയിങ് ത്രൂ എ വെരി ബാഡ് സിറ്റുവേഷൻ. എനിക്കിത് ചേച്ചിനോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഹോപ്പ് യു റൈറ്റ് ദിസ്. അടുത്ത സീക്രട്ട്. എൻ്റെ നെയിം പറയണ്ട, എനിക്കിപ്പോൾ 18 വയസ്സായി. ഇത് നടക്കുന്നത് ഞാൻ 11th പഠിക്കുമ്പോഴാണ്. എൻ്റെ വീടിനടുത്തുള്ളൊരു ചേട്ടനുണ്ട്. ചേട്ടനെ കെ എന്ന് പറയാം. ഈ കെയുടെ ഫാമിലി ആയിട്ട് എൻ്റെ ഫാമിലി നല്ല ക്ലോസ് ആണ്. ഒരു ദിവസം എനിക്ക് പനിയായിട്ട് ഞാൻ ക്ലാസ്സിൽ പോയില്ല. അന്ന് ഈ കെയുടെ വീട്ടിൽ സിലിണ്ടർ തീരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ വിളിച്ച് ചോദിച്ചു വീട്ടിൽ സിലിണ്ടർ ഉണ്ടോ എന്ന്. അമ്മ വീട്ടിലുണ്ടായില്ല, പുറത്ത് ഷോപ്പിംഗ് എന്ന് പോയേക്കുമായിരുന്നു കെയുടെ വൈഫിൻ്റെ കൂടെ. അമ്മ പറഞ്ഞു ഉണ്ട്, അവിടെ പുതിയ സിലിണ്ടർ വന്നിട്ട് പുറത്ത് തന്നെ ഇരിക്കുക, പോയി എടുത്തോ എന്ന്. ആൾ വന്നപ്പോൾ ഞാൻ എൻ്റെ റൂമിലായിരുന്നു. കെ എൻ്റെ അടുത്ത് വന്ന് എന്നെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്ത്. എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ നിന്നുപോയി. പെട്ടെന്ന് ഞാൻ വേറെ റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തിരുന്നു. എന്നിട്ട് എൻ്റെ ബോയ് ഫ്രണ്ടിനോട് കരഞ്ഞു. അവൻ കുറേ നേരം സംസാരിച്ച് എന്നെ ഓക്കെ ആക്കി. അമ്മ വന്നപ്പോൾ ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. ബട്ട് അമ്മ എന്നോട് പറഞ്ഞു നിനക്ക് തോന്നിയതാവുമെന്ന്. ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, അല്ല അതൊക്കെ അറിയാനുള്ള ഏജ് എനിക്കായി എന്ന്. അമ്മ പറഞ്ഞ് ഇതിപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞ് അവരുടെ ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ടാവുമെന്ന്. ഒരു വാവ് ഒക്കെ ഉള്ളതല്ലേ. സ്റ്റിൽ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 years ആയി. ബട്ട് ചില നൈറ്റ് ഒക്കെ അത് ഓർത്ത് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. ബട്ട് ഞാൻ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ കൂടെ സപ്പോർട്ടിന് നിൽക്കുന്നുണ്ട്. അടുത്ത സീക്രട്ട്. ഹലോ സിസ്, ഞാൻ താങ്കളുടെ വലിയ ഫാനാണ്. താങ്കളുടെ വീഡിയോസൊക്കെ ഞാൻ വർഷങ്ങളായി മുടങ്ങാതെ കാണാറുണ്ട്. താങ്കളുടെ ചാനലിൻ്റെ വീഡിയോസ് എല്ലാം നല്ല കണ്ടന്റ് ഉള്ളവയാണ്. ഞാൻ താങ്കളുടെ വിജയത്തിനായി ആശംസിക്കുന്നു.
അങ്ങനെ അധികം വലിപ്പിക്കാതെ എൻ്റെ രഹസ്യത്തിലേക്ക് കടക്കാം. എൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ അതൊരു ബാഡ് ഹാബിറ്റാണ്. ഇതിനെ ബാഡ് ഹാബിറ്റ് എന്നും കൂടി വിളിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഇതിനെ സീരിയസ് ആയി നോട്ടീസ് ചെയ്താൽ എന്നെ പിടിച്ച് ജയിലിൽ വരെ ഇട്ടേക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ ക്രൈം. എനിക്ക് വളരെ മോശമായ ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പെൺകുട്ടിയോട് ക്രഷ് അടിച്ചാൽ എനിക്ക് അവളെ ഫോളോ ചെയ്യാൻ തോന്നും, അവളെ സ്റ്റോക്ക് ചെയ്യാൻ തോന്നും. വളരെ ദൂരത്തിൽ നിന്ന് അവരെന്നെ കാണാതെ മാറി നിന്ന് ഞാൻ അവർ ചെയ്യുന്ന ഡെയിലി ലൈഫ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ മാറി നിന്ന് നിരീക്ഷിക്കും. അങ്ങനെ ഒരു വൃത്തിയായിട്ട സ്വഭാവം എനിക്കുണ്ട്. എന്തെന്നറിയാത്ത ഒരു ഒബ്സഷൻ ആൻഡ് ത്രിൽ എനിക്കിതിൽ നിന്ന് വരും. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റോക്ക് ചെയ്ത ഒരു പെൺകുട്ടിയോടും ഞാനൊരു സൗഹൃദമോ ഒരു തരത്തിലുള്ള ബന്ധമോ സ്ഥാപിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അവരെൻ്റെ കൺവെട്ടത്ത് പോയാൽ പിന്നെ അവരെ തിരയാൻ നിൽക്കില്ല. പിന്നെ ഞാൻ എൻ്റെ പാട്ട് നോക്കി പോകും. ഇതിൻ്റെ എക്സ്ട്രീം നടന്നത് വളരെ റീസെൻ്റ്ലി ആയിരുന്നു. ഈ തിങ്കളാഴ്ച അന്ന് ഉച്ചയ്ക്ക് ബസ് സ്റ്റോപ്പിൽ ഒരു തട്ടൊട്ട സുന്ദരിയായ പെങ്കൊച്ചിനെ കണ്ടു. അവൾ പോകുന്നത് വേറെ എവിടേക്കോ പോകുന്ന ബസ്സിലേക്ക്. ഞാൻ അവൾ കയറിയ ബസ്സിൽ കയറി. എന്നിട്ട് അവൾ ഇറങ്ങി അതേ സ്റ്റോപ്പിൽ ഇറങ്ങി. അവൾ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നി. കൃത്യസമയത്ത് അവളിൽ നിന്ന് ഡൈവേർട്ടായി അടുത്തുള്ളൊരു ചായക്കടയിൽ നിന്ന് ഒരു കുപ്പി സോഡ കുടിച്ചു. എന്നിട്ട് തിരിച്ച് വന്ന വഴി തന്നെ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ വിട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെത്തിയതിനു ശേഷം എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നി, ദേഷ്യം തോന്നി. ഐ വാസ് വെരി അഷെയിംഡ് ഓഫ് മൈ സെൽഫ്. ഞാൻ എന്തൊരു ക്രീപ്പാണ്. ഐ കാൻ റിയലി എക്സ്പ്രസ് ദ വേർഡ് ടു ഡിസ്ക്രൈബ് ദിസ് ഫീലിംഗ് ദാറ്റ് ഐ ഹേറ്റ് മൈ സെൽഫ്. ആ പെങ്കൊച്ചി എന്നെ ചെറുതായി നോട്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസ് ഹെഡ്ലൈനിൽ എൻ്റെ പേരും ഫോട്ടോയും വന്നേനെ. കാരണം അത്രയ്ക്ക് മോശമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. ഒരു പെൺകുട്ടിയുടെ പിറകെ അവളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സെക്ഷൻ 354D പ്രകാരം സ്റ്റോക്കിങ്ങിൻ്റെ ഗണത്തിൽപ്പെടും. 3-5 വർഷം വരെ ജയിലിൽ ശിക്ഷയ്ക്ക് വരെ കൺവിക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ക്രൈമാണ് സ്റ്റോക്കിംഗ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് വെച്ചാൽ ഞാൻ സ്റ്റോക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളൊന്നും എന്നെ നോട്ടീസ് ചെയ്യുന്നില്ല എന്നതാണ്. ചിലപ്പോൾ അവരെന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അവർ പിന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി വിട്ടതും ആവാം. ബട്ട് ഐ ഫൈനലി റിയലൈസ്ഡ് ഐ എം ഇൻ ദ റോങ് പാത്ത്. എനിക്ക് ഡേഞ്ചറസ് ആയ ശീലം മാറ്റാൻ ആയി ഞാൻ കഴിഞ്ഞ 2 ദിവസമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇൻ്റർനെറ്റിൽ ഒരുപാട് റിസർച്ച് ചെയ്തു ഈ ഒരു സ്വഭാവം എങ്ങനെ മാറ്റുമെന്ന്. അതിനൊരു പെർഫെക്റ്റ് ആയ സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചു. ഈസ് ദാറ്റ് ടു ഡിസ്ട്രാക്ട് മൈസെൽഫ്. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുമ്പോൾ ഞാൻ ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താറില്ല. സോ മാക്സിമം പാട്ട് കേട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തും എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാം. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴാണ് സ്റ്റോക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ഇനി തൊട്ട് എൻ്റെ വീട്ടിൻ്റെ റേഡിയസ് അല്ലാതെ 1 കിലോമീറ്ററിനപ്പുറം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പോവില്ല. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ ഇനി പോവുള്ളൂ. ഐ എം കറൻ്റ്ലി ഇൻ ദ പ്രോസസ് ഓഫ് ബറിയിങ് ദിസ് ഡെവിൽ ഇൻസൈഡ് മീ. Hope you wish me best of luck that I kill this devil inside me who is making me do these bad things. I like when people realize their mistakes. അത് ഭയങ്കര നല്ലൊരു ലക്ഷണം. പക്ഷേ നിങ്ങളുടെ എക്സ് എപ്പോഴെങ്കിലും തെറ്റ് മനസ്സിലായി എന്ന് പറഞ്ഞു തരാണെങ്കിൽ അപ്രീഷിയേറ്റ് ദം, ഗുഡ് ജോബ്, പക്ഷെ നെവർ ഗോ ബാക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, പെട്ടെന്ന് തന്നെ കാണാം. Okay, bye. Thanks for watching.